പേയ്മെന്റിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, നിന്റെ മിനിസ്ട്രിയുടെ അക്കൗണ്ട് നമ്പർ പറ, ഞാൻ ആ ക്യാഷ് അങ്ങോട്ട് മാറ്റാൻ പോവാം. ഞാൻ പറഞ്ഞു വേണ്ട, ആവശ്യമുള്ളപ്പോൾ ഞാൻ പറയാം പറഞ്ഞു. ഞാൻ കാർത്തിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തൊരു മിനിസ്ട്രി ആരംഭിച്ചപ്പോൾ അവർ ആ സ്ഥലത്ത് 3 വർഷത്തെ സപ്പോർട്ടറായിരുന്നു. അവരിന്നും ജീവിച്ചിരിക്കുന്നു. ഞാനൊരു ദോഹയിൽ പ്രസംഗിക്കാനായിട്ട്, ക്രമീകരിച്ച കൺവെൻഷനിൽ പ്രസംഗിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവരെ ഞാൻ അവിടെ കണ്ടു. സൂസൻ പാസ്റ്റർ, ഞങ്ങൾ സ്നാനം എടുത്തു, ഞങ്ങളിപ്പോ കൃപയിലാണ്. എത്രയോ ഭയങ്കര സന്തോഷം. പ്രൈസ് ദി ലോർഡ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. നിന്നെ കൊല്ലുമെന്ന് പറയുന്ന പിശാചുണ്ട്, നിന്നെ രോഗിയാക്കി തകർക്കുമെന്ന് പറയുന്ന അന്ധകാരമുണ്ട്. ദൈവം പറയുന്നു, ഹേ പിശാച്, നിന്നെ ഇന്ന് ശ്വാസിച്ച് ദൈവത്തിന്റെ മേൽ ജീവിതം തന്ന് അല്ലെങ്കിൽ തന്റെ മക്കളെ ദൈവം മാനിക്കാൻ പോവുകയാണ്. പുത്രനെ ദൈവം ശാസിക്കും, തന്റെ മകനെ ദൈവം മാനിക്കും. ഇതിനാ യേശു അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്. കണ്ടോ, ഇതിനാ യേശു അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞത്. ആ ദൗത്യം നിർവഹിച്ചു. അവൻ വീണ്ടും പറയുന്നു, നമുക്ക് വീണ്ടും പടകിൽ കയറാം. യേശു പറഞ്ഞു, വീണ്ടും അവർ പടകിൽ കയറി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു വീണ്ടും പടകിൽ കയറി. ദൗത്യം പൂർത്തീകരിച്ചോ? വിടുതൽ പകരുകയാണോ? അത്ഭുതം നടക്കുകയാണോ? വിടുതൽ സംഭവിക്കുകയാണോ? ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ദൈവവിതലെ നമ്മുടെ മേൽ ഒരു വലിയ വിടുതൽ തന്ന് നമ്മെ തിരിച്ചയക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രോഗ്രാം. ആമേൻ. പക്ഷെ വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. പാപികളോടും അധർമ്മികളോടും അല്ല ഈ പറഞ്ഞത്. അവൻ തന്റെ ജനത്തെ നോക്കി പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. എന്തെങ്കിലും ഒരു ചെറിയ വിശ്വാസം പോരാ. അന്ധമായിട്ട് ചോദ്യം ചെയ്യാതെ ആത്മീയ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ഒരു വിശ്വാസത്തിന്റെ ഉടമയാണോ നീ? നാം വിടുതൽ കാണും, വിടുതൽ കാണും. കരകത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. എന്നാൽ അപ്പോൾ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ചില വിഷയങ്ങളുണ്ട്. ഒരു വീട്, ഒരു വ്യക്തി, ഒരു ജോലി, നമ്മുടെ ഒരു ബിസിനസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അപ്പോൾ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾ വരും. ട്രിവാൻഡ്രത്തിരുന്നപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് അവിടെ ആളുകൾ 20 പേര് ഒരിക്കൽ സ്നാനപ്പെട്ടപ്പോൾ കത്തോലിക്കർ വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, മാറിപ്പോകാൻ പറഞ്ഞു. വീട് മാറിയില്ലെങ്കിൽ എല്ലാത്തിനും ഞങ്ങൾ കത്തിക്കുമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു, മാറാമെന്ന് പറഞ്ഞു. മാറി, വീട് മാറിയപ്പോൾ ഏറ്റവും വലിയ പ്രയാസമായ ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞാനൊരിക്കൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇനി എന്നെപ്പോലെ ഒരു ദൈവദാസൻ ഈ ഗതികേട് വരുത്തരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്കൊരു 3 ദിവസം അങ്ങ് ഉപവസിക്കാം. ഞങ്ങൾ 3 ദിവസം ഉപവസിച്ചു. 3-ാമത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു സായിപ്പ് ഞങ്ങളുടെ ക്രോസിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക. ഇതെന്തോ ചെറുപ്പക്കാരൻ, ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് പോകുന്നുണ്ട്, എന്തോ ഇത്. ഞാൻ അങ്ങോട്ട് വന്ന് ചോദിച്ചു, വാ, എന്താ നിനക്ക് വഴി തെറ്റിയോ? നീ അവിടെ പോവാ, കുറച്ച് നേരമായാലും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട്. എന്നോട് പറഞ്ഞു, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു സൈൻ ബോർഡ് കണ്ടു. ഞാൻ 7 ദിവസത്തെ ആഗ്രഹം കൊണ്ട് 7 ദിവസത്തെ വിസായിൽ വന്നതാണ്, അവിടുത്തെ പാസ്റ്ററെ കാണാൻ പോവുക, അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താ നിനക്ക് വേണ്ടത്? എന്താ? ഒരു സേഫായ ഒരു അക്കോമഡേഷൻ വേണം, വൈഫും പിള്ളേരും എയർപോർട്ടിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ശരി, അത് അറേഞ്ച് ചെയ്ത് തരാം. ഞാൻ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വേറെ ആളെ ഫോൺ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുത്തു. അവൻ്റെ പേര് ബേക്കർ എന്നാണ്. അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ബേക്കർ, നീ പോകുമ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. അപ്പം ശരി, ഓക്കെ.
അവൻ പോകാൻ നേരത്തെ തന്നെ 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ രാവിലെ ഇന്ന ദിവസം രാവിലെ ഫ്ലൈറ്റുണ്ട്, ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വരും, വന്നിട്ട് ഒരു 5 നിമിഷം അവിടെ ചിലവഴിച്ചിട്ട് പെട്ടെന്ന് ഞങ്ങൾ തിരികെ പോകും എന്ന് പറഞ്ഞു. ശരി, വരാൻ പറഞ്ഞു. അവിടെ വന്നു. ഞാൻ ഈ സ്റ്റോറിയൊക്കെ വന്നപ്പോൾ ആ പെമ്പച്ചിനോടും അവനോടും ഒരു 30 ദിവസത്തിനും 25-നും 30-നും ഇടയിലുള്ള ചെറിയൊരു ഫാമിലി, ഒരു കുഞ്ഞു നോക്കി ഈ 2 പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരിക്കുകയും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അവളെന്നോട് പറഞ്ഞു, നീ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ പൈസക്കാരൊന്നുമല്ല, നിനക്ക് പൈസ തരാൻ, ഞങ്ങൾക്ക് പച്ചക്കറി കച്ചവടമായി ഇവന്. ഞാൻ പറയും, എൻ്റെ പോയി കഴിഞ്ഞാൽ നിന്റെ പൈസയൊന്നും വേണ്ട, നിന്റെ പാസ്വേഡ് പറയണം. അയ്യോ, പാസ്വേഡ് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ സഭ 2ആയി പോയി. അവിടെയുണ്ട് ഇത്. അത് ചെറിയ ഗ്രൂപ്പാ, ഞങ്ങൾ 10-15 പേരേ ഉള്ളൂ, എങ്കിലും ഞങ്ങൾ പാർഷ വിട്ടിട്ടില്ല. എൻ്റെ ബ്രദർ പോലെ എനിക്ക് പാർഷ. ഓക്കെ. അപ്പോൾ പാസ്വേഡ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ആദ്യം കേരളത്തിൽ വന്ന കാര്യം 2 ദിവസം താമസിച്ച് പറയുമെന്ന് പറഞ്ഞു. ഓക്കെ. ഒരു ദിവസം ഈ ബേക്കർ എന്നെ വിളിച്ചു. ആ ആഴ്ച ഇവർ ചെന്ന് ആ ആഴ്ച 2-3 ദിവസം കഴിഞ്ഞ് ബേക്കർ എന്നെ വിളിച്ചു. പാസ്റ്റർ മാമൻ ചെന്നു, നിന്റെ കാര്യം ഞാൻ ഞങ്ങളുടെ പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പാസ്റ്ററിൽ ഉടനെ പരിശുദ്ധാത്മാവ് വന്നു. അപ്പസ്തോലനാണ്, അപ്പസ്തോലിന് വേണ്ടിയിട്ട് ഓഫറിങ് കൊടുക്കാനായിട്ട് ഉടനെ നേരം എല്ലാവരും തീരുമാനിച്ചു, നമുക്ക് ഓഫറിങ് എടുത്തു, ഞാൻ നിൻ്റെ ഓഫീസിലേക്ക് പൈസ അയച്ചു, നീ പോയി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, മെയിലെല്ലാം വന്നിട്ടുണ്ടോ, എന്തോ ഉണ്ടോ വിശേഷം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, അതിൽ ഇത്ര 75,000 രൂപയുടെ ഒരു ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ ഇറക്കി വിട്ട വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള വീട്, പിന്നെ ഒരു 50,000 കൂടെ ഞാൻ കൊടുത്തിട്ട് അത് എഴുതി വാങ്ങിച്ചു. എന്നെ ഇറക്കി വിട്ട വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള വീട്, ഇത് 90 നടക്കുന്ന സംഭവം കേട്ടോ, തൊട്ട് മുമ്പിലുള്ള വീട് അത് ചർച്ച എൻ്റെ പേരിലല്ല, ഞാൻ അത് ചർച്ചിന് വേണ്ടി അതേ ചർച്ചിൻ്റെ പേരിൽ തന്നെ അത് എഴുതിച്ച് ഇന്ന് അതാണ് ചർച്ചിൻ്റെ പാഴ്സനേജ്. അതിലാണ് ഇന്ന് ശ്രേഷ്ഠരായ ദേവദാസന്മാർ താമസം. ദൈവം ലജ്ജിപ്പിക്കുമോ? നിന്നെ അയൽവക്കക്കാർ ചിലപ്പോൾ നിന്ദിക്കാൻ തോന്നും, നിന്റെ സങ്കടം അറിഞ്ഞ് നിന്നെ പരിഹസിക്കാൻ തോന്നും, നിന്റെ വീട്ടിലെ കഷ്ടം അറിഞ്ഞ് നിന്നെ നിന്ദിക്കും, നിന്റെ കുഞ്ഞിൻ്റെ പരാജയം അറിഞ്ഞ് നിന്നെ പരിഹസിക്കും, നിന്റെ വീട്ടിലെ രോഗം അറിഞ്ഞ് നാളെ ചുറ്റുവട്ടമുള്ളവർ നിന്നെ ആക്ഷേപിച്ചെന്നൊരു അവർക്ക് അങ്ങനെ വരട്ടെ, നീ കരയണ്ട മകളെ, കരയണ്ട. കർത്താവ് നിന്റെ സ്ഥിതി മാറ്റും. നിമിഷങ്ങൾക്കുള്ളിൽ അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ സാധിക്കും. കൃപ. ഇന്ന് രാത്രി അവൻ വീണ്ടും ഇതാ പ്രവർത്തിക്കുകയാണ്. യേശു പറഞ്ഞു, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും. കടന്ന് വിശ്വസിക്കാനായി സാധിക്കട്ടെ. ആ കടന്നുള്ള വിശ്വാസം വരുമ്പോഴാണ് അത് അത്ഭുതമായി മാറുന്നത്. എന്നാൽ പലപ്പോഴും അത്ഭുതമായി മാറാത്തതിന്റെ കാരണം വിട്ട് നമ്മൾ നിൽക്കുക, വിശ്വാസത്തിൽ നിന്ന് അകന്ന് നിൽക്കുക, പ്രാർത്ഥന കുറഞ്ഞ്, ആരാധന കുറഞ്ഞ്, പ്രാർത്ഥന കുറഞ്ഞ്, ആരാധന കുറഞ്ഞ്, വിശ്വാസം കുറഞ്ഞ്, ആർത്തിയില്ല, താല്പര്യമില്ല, ഹൃദയാംഗമായി ഒന്ന് പോകണമെന്നില്ല, ഹൃദയാംഗമായി ആരാധിക്കണമെന്നില്ല, ഹൃദയാംഗമായി ഒരു റെഗുലറായ ഒരു പ്രാർത്ഥനയ്ക്ക് പോകണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് പിശാചിന്റെ ആലോചന കേട്ട് നീ അകലം വിട്ട് നടക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി പത്രോസ് പറയുന്നു, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ലോ, ഞങ്ങൾ അവന്റെ ജീവന്റെ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ആമേൻ. എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഞാൻ അവന്റെ മഹിമ കണ്ട സാക്ഷിയാണെന്ന്? വലത്തെ കരമുയർത്തി പറ. ഞാൻ അവന്റെ മഹിമ കണ്ട സാക്ഷിയാണ്. യേശുവേ, ഞാൻ അവന്റെ മഹിമ കണ്ട സാക്ഷിയാണ്. പത്രോസ് പറഞ്ഞു, നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. അന്നൊരു സംഭവമുണ്ട്, ഇന്നും അങ്ങനെയുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അന്തർഭാഗത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ ക്രോഡീകരിച്ച് എഴുതപ്പെടുന്ന ലേഖനങ്ങൾ, ഗ്രന്ഥങ്ങൾ വഴിയായി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ നാടകങ്ങൾ, കഥകൾ, അതൊക്കെ മനുഷ്യനെ വിളിച്ചു വരുത്തി ആയിരം മനുഷ്യനെ വിളിച്ചു വരുത്തി സ്റ്റേജിൽ അത് അവതരിപ്പിച്ച് ആക്ട് ചെയ്ത് കാണിച്ച് വിശ്വസിപ്പിക്കുക. അതാ നിർമ്മിത കഥ എന്ന് പറയുന്നത്. ഒരു നോവൽ, ഒരു നാടകം, എന്തായത്? ഒരു ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. അതിനെ ആക്ട് ചെയ്ത് അവതരിപ്പിച്ച് കാണിക്കുക, അവതരിപ്പിച്ചിട്ട് അവരങ്ങോട്ട് വിശ്വസിക്കുക. അല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം 1 യോഹന്നാൻ ലേഖനം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദി മുതലുള്ളതും
ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടതും, ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങൾ കേട്ടതും, ഞങ്ങളുടെ കൈ കൊണ്ട് ഞങ്ങൾ സ്പർശിച്ചതും, ഞങ്ങളുടെ നാക്കുകൊണ്ട് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതുമായ ആ ജീവന്റെ വചനം. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കണ്ടത്, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നത്, ചെവിടൻ ചെവി തുറന്നത്, കുരുടന്റെ കണ്ണ് തുറന്നത്, മുടന്തൻ എഴുന്നേറ്റ് ചാടി നടന്നത്, 5 അപ്പവും 2 മീനും എടുത്ത് അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കി തിന്നത് മാത്രമല്ല, ഒരു കിറ്റും കൂടെ വീട്ടിൽ കൊണ്ടുപോയി. നല്ലൊരു കിറ്റും കൂടെ വീട്ടിൽ കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പറയുകയാണ്, ഞങ്ങൾ ആരാണ്? ഞങ്ങൾ അവന്റെ മഹിമകളുടെ സാക്ഷികളാണ്. സഹോദരാ, നീ പല നന്മകൾ പ്രാപിച്ചവനാണ്. മകളെ, നീ പല നന്മകൾ പ്രാപിച്ചതാ, പല ഉയർച്ചകൾ നീ പ്രാപിച്ചതാ, പല വഴികൾ എന്റെ കർത്താവ് നിനക്ക് തുറന്നതാ. നീ എന്തിനാ പുറകോട്ട് നിൽക്കുന്നത്? എന്തിനാ നീ മാറി നിൽക്കുന്നത്? ധൈര്യത്തോടെ മുന്നോട്ട് വാ, ധൈര്യത്തോടെ മുന്നോട്ട് വാ. നിന്നെ കുറിച്ച് കർത്താവിന് ഉദ്ദേശമുണ്ട്. നീ എന്റെ യേശുവിന്റെ സാക്ഷിയാക്, നീ എന്റെ യേശുവിന്റെ സാക്ഷിയാക്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ വീണ്ടും നമ്മെ ഇന്ന് രാത്രി ഒന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഒരിക്കലും കുരുടനെ കർത്താവ് സൗഖ്യമാക്കിയത് അവനെ വിളിച്ച്, സാധാരണ അന്നേരെ ചിലരെ അങ്ങ് സൗഖ്യമാക്കും. ഓക്കെ, സൗഖ്യമാകാം എന്ന് പറയും, അവൻ സൗഖ്യമാകും. പക്ഷെ ഈ ഒരു കുരുടനെ അടുക്ക കൊണ്ടുവന്നപ്പം കർത്താവ് അവനെ വിളിച്ചു വന്ന്, നീ ഊടിന് വെളിയിലോട്ട് വാ, സ്വല്പം വെളിയിലോട്ട് വാ. അവനെ വെളിയിലോട്ട് കൊണ്ടുപോയി. ആളുകൾ വിചാരിച്ചു എന്താണ് ആളുകൾ എന്തും പറയട്ടെ, എന്താന്ന് ആളുകൾ എന്തും പറയട്ടെ. അവനവന്റെ ശരീരത്തിന്റെ വിടുതലും അവനവന്റെ വീട്ടിന്റെ വിടുതലുമാ അവനവന് വേണ്ടത്. ആളുകൾ എന്തും പറയട്ടെ, നമ്മളെന്തിനാണ് ഗവനിക്കാൻ പോകുന്നേ? അവനെ വെളിയിലോട്ടുണ്ടോ യേശു അവനെ കണ്ണു ഒറ്റ തൊപ്പ്. നീതി കൂടുതൽ നാണക്കേടല്ലോ, എന്തോ ഒരു നാണക്കേട്. അതൊരു വിഷയമല്ല, നീ വിഷയമാക്കരുത്. ആ നാണക്കേട് വിഷയമാക്കരുത്. യേശു അവൻ തലയിൽ കൈവച്ചു, സൗഖ്യമാകാം. അവൻ സൗഖ്യമായി. അവൻ ഭയങ്കര സന്തോഷം, തുള്ളിച്ചാടാൻ തുടങ്ങി. മറ്റേത് കേട്ടറിഞ്ഞ് മറ്റൊരാൾ പറഞ്ഞറിഞ്ഞ്, കേട്ടറിഞ്ഞ് മറ്റൊരാൾ പറഞ്ഞറിഞ്ഞ് മനസ്സിൻ്റെ ചില നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കുകയായിരുന്നു. അതൊന്നും ശരിയാകണമെന്നില്ല. നീ കേട്ടറിയുന്നതൊന്നും പലപ്പോഴും ശരിയല്ല. പലരും പറഞ്ഞറിയുന്നതും ശരിയാകണമെന്നില്ല. ആമേൻ. നിന്റെ മനസ്സിലെ ചില നിരൂപണങ്ങളുണ്ടല്ലോ, അതും ശരിയാകണമെന്നില്ല. കണ്ണുകൊണ്ട് നേരിട്ട് കാണും, അതാ ശരി, അല്ലാത്ത ശരിയല്ല. സ്തോത്രം. പോട്ടെ. ഇവനും കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി. ആ കർത്താവ് വെച്ച മോനെ എങ്ങനുണ്ട്? എനിക്ക് കാണാം. കാണാം. ഇച്ചിരി വെളിപ്പാട് കിട്ടിയില്ലേ? കിട്ടി. ഇച്ചിരി കൃപ കിട്ടിയില്ലേ? കിട്ടി. ഇച്ചിരി ദർശനം കിട്ടിയില്ലേ? ഇച്ചിരി ദർശനം കിട്ടിയതുകൊണ്ട് നമ്മളിങ്ങ് വന്നത്. ഇല്ലേ, വരത്തില്ല. ചില വെളിപ്പാട് നമുക്കുണ്ട്, ചില കൃപ കിട്ടി, ചില സൗഖ്യവും അനുഗ്രഹവും ഒക്കെ കിട്ടി. അതുകൊണ്ട് നമ്മളിങ്ങ് വന്ന്. കർത്താവ് ചോദിച്ചു, ഓക്കെ, കാണാമല്ലോ, കാണാം. മനുഷ്യനെ കണ്ടു. ശരി, മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു? ഉടനെ പറയാം, മനുഷ്യനെല്ലാം മരം പോലെ നടക്കുന്നു. കാഴ്ച കിട്ടിയതിന് ശേഷം ഉടനെ അവൻ പറയുക, മനുഷ്യനെല്ലാം എങ്ങനെ നടക്കുന്നേ? മരം പോലെ നടക്കുന്നു. അത്രയും കാഴ്ചപ്പാടേ പുള്ളിക്ക് കിട്ടിയോളൂ. ഇതും കൊണ്ട് സ്വർഗത്തിലെത്താൻ ഒക്കുവോ? ഈ വെളിപ്പാട് കൊണ്ട് നമുക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമോ? ഈ വെളിപ്പാട് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ കാഴ്ച കൊണ്ട് സഹോദരി എനിക്കും നിനക്കും ജീവിക്കാൻ പറ്റുമോ? മനുഷ്യനെല്ലാം മരം പോലെ നടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു സെക്കൻഡ് ടച്ച് ഈ രാത്രി ഇപ്പോൾ നിനക്ക് നിന്റെ മേൽ വരുവാൻ എൻ്റെ കർത്താവ് കൈനീട്ടുന്നു.
യേശു വീണ്ടും അവനെ അടുക്ക വിളിച്ചു. സ്തോത്രം. വീണ്ടും ഒരു ചാൻസും കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു ചാൻസ്. നാളെ നമ്മുടേതല്ല. ഞാൻ ഇന്നലെ ഇവിടെ അടുത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മനുഷ്യനെ പോലെ ഒരു വാസ്തവത്തിൽ ഒരു ഗ്യാരണ്ടിയിൽ ഒരു പോക്കറ്റ് കിടക്കുന്ന ഒരു പേന മേടിച്ചാൽ ഇതിന് ഗ്യാരണ്ടി ഉണ്ട്. 6 മാസം 1 വർഷം ഒരു ഗ്യാരണ്ടി ഉണ്ട്. നീ കൈ കെട്ടിക്കുന്ന വാച്ച്, നിന്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഏത് ചെറിയ സാധനം മേടിച്ചാലും പോട്ടെ, അത് കളപ്പുറത്ത് മത്തിക്ക് പോലും വിലയുണ്ട്. നമുക്ക് എന്നാ വില? എന്തോ ഗ്യാരണ്ടി. ഞാൻ എൻ്റെ പ്രോഗ്രാം നവംബർ തൊട്ട് ഡിസംബർ തൊട്ടുള്ള പ്രോഗ്രാം എനിക്ക് ഇന്ത്യയിലുണ്ട്. എന്നാൽ ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടാവും. ഞാൻ നവംബർ ലാസ്റ്റ് ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകും. എന്നാൽ എനിക്ക് അങ്ങനെ എൻ്റെ പ്രോഗ്രാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കോർഡിനേറ്റർ അങ്ങനെയാണ് എൻ്റെ പ്രോഗ്രാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം അനുവദിച്ചില്ലെങ്കിൽ അത് നടക്കത്തില്ല. ഞാൻ തിരിച്ചിന്ന് മാഞ്ചസ്റ്ററിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അത് ടിബിയും കുടുംബവും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് തിരിച്ചേലും. അത് എന്നാ ഇപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ മാഞ്ചസ്റ്ററിൽ എത്തുമോന്നോ ഞങ്ങൾക്കറിയത്തില്ല. എത്തിയില്ല. ഇവിടെ നമ്മൾ എത്തി. പ്രൈസലോ. നമുക്ക് ഗ്യാരണ്ടിയില്ല. ഇതുപോലെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്ന് നമ്മൾ മാത്രമാണ്, മനുഷ്യൻ മാത്രമാണ്. ഓ ഹല്ലേലൂയ. എന്നാൽ യേശു അവനെ അടുക്ക വിളിച്ചു. വീണ്ടും അവനെ ഇന്ന് രാത്രി, വാ മകനെ വാ. അവനെ അടുക്ക വിളിച്ചു, ഒന്ന് തൊട്ടു. വീണ്ടും അവന്റെ മേൽ കൈവച്ചു. വീണ്ടും അവന്റെ പടകിൽ കയറി. വീണ്ടും അവന്റെ മേൽ കൈവച്ചു. അവന് വേണ്ടി എന്നെ യേശു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വീണ്ടും അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ എന്തോ കാണുന്നു? ഇപ്പോൾ എങ്ങനെയുണ്ട്? അവനിങ്ങനെ അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? അവൻ മിഴിച്ചു നോക്കി. അവൻ പറയുന്നു, ഇപ്പോൾ ഞാൻ സകലവും സ്പഷ്ടമായി കാണുന്നു. സകലവും സ്പഷ്ടമായി ഞാൻ കാണുന്നു. ഓ ഹല്ലേലൂയ. വെളിപ്പെടാതിരിക്കുന്ന പല വെളിപ്പാട് നിന്റെ മേൽ വരുത്തുവാനുണ്ട്. തുറന്നു വരേണ്ട ചില വഴികളുണ്ട്. നീ അറിയേണ്ട ചില ആലോചനകളുണ്ട്. നിന്റെ മേൽ വരേണ്ട ചില അഭിഷേകമുണ്ട്. നിന്റെ മേൽ വരേണ്ട ചില സൗഖ്യങ്ങളുണ്ട്. നിന്റെ മേൽ വരേണ്ട ചില വിശാലതകളുണ്ട്. ഓ ദൈവത്തിന്റെ പ്രവൃത്തി ഇനി വെളിപ്പെടുവാനുണ്ട്. യേശുവിന്റെ നാമത്തില് ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ദൈവപ്രവൃത്തി എന്റെ വീട്ടിനകത്ത് വെളിപ്പെടാറുണ്ട്. ചില ദൈവപ്രവൃത്തി എന്റെ ജോലിയിൽ വെളിപ്പെടാറുണ്ട്. ചില ദൈവപ്രവൃത്തി എന്റെ ആരോഗ്യത്തിൽ വെളിപ്പെടാറുണ്ട്. എന്റെ തലമുറയിൽ വെളിപ്പെടാറുണ്ട്. ഓ എന്റെ തലമുറയിൽ വെളിപ്പെടാറുണ്ട്. ഓ ദൈവപ്രവൃത്തിയുടെ തലമുറയിൽ വെളിപ്പെടാറുണ്ട്. ദൈവപ്രവൃത്തിയുടെ ശരീരത്തിൽ വെളിപ്പെടാറുണ്ട്. ഹല്ലേലൂയ. ഓ ദൈവപ്രവൃത്തി എന്റെ ഭാവിയിൽ വെളിപ്പെടാറുണ്ട്. ഓ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി യേശു പറയുന്നു, അടുത്തുവാ. ഓ നീ വീണ്ടും അടുത്തുവാ. നീ വീണ്ടും അടുത്തുവാ. ഓ ഞാൻ നിന്നെ തുറന്നേ. പറയാം. ആ സ്വർഗീയ ദർശനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. അവൻ വീണ്ടും എന്തിനാ പടകിൽ കയറിയത്? ഒരിക്കലും യാക്കോബിനെ, ഇസ്രായേലിനെ അവൻ വിളിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ആദ്യം വായിക്കണം. യഹോവയുടെ കൈ അത് ചെയ്തു എന്ന് അവിടെ അത്രയും വചനം നമ്മുടെ മനസ്സിൽ ഒന്ന് ഉറച്ചേ പറ്റൂ. യഹോവയുടെ കൈ അത് ചെയ്തു എന്ന്. അപ്പോൾ യഹോവയുടെ കൈ ചിലത് ഇന്ന് ചെയ്യാൻ പോവുകയാണ്. യഹോവയുടെ കൈ എനിക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുക. വിശ്വസിക്കുക, പറയുക, യഹോവയുടെ കൈ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ആമേൻ.
അടുത്തത് നമ്മൾ വായിച്ച യഹോവയുടെ കൈ അത് ചെയ്തു എന്ന് എന്ത് ചെയ്യാണ്? ആ ആ കണ്ടറിഞ്ഞ് വിചാരിച്ച് ആ യഹോവയുടെ കൈ ഇത് ചെയ്തു എന്ന് ഒന്ന് കണ്ടറിയാൻ പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ ദൈവത്തിൻ്റെ കൈ ഇത് ചെയ്യാൻ പോവുകയാണ്. നമ്മളത് കണ്ടറിയാൻ പോവുകയാണ്. അങ്ങനെ തന്നെ ആത്മാർത്ഥമായി സന്തോഷത്തോടെ മനസ്സിൽ പറയണം, എൻ്റെ കർത്താവിൻ്റെ കൈ ഇത് ചെയ്യാൻ പോവുകയാണ്. ഞാനത് കണ്ടറിയാൻ പോവുകയാണ്. ഞാനത് കണ്ടറിയാൻ പോവുകയാണ്. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ഞാൻ കണ്ടറിയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് കണ്ണടച്ച് നമുക്കൊന്ന് വിശ്വസിക്കാൻ കഴിയും. എൻ്റെ കർത്താവിൻ്റെ കൈ എനിക്കിത് ചെയ്യാൻ പോവുകയാണ്. ഞാനത് കണ്ടറിയാൻ പോവുകയാണ്. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടറിയാൻ പോവുകയാണ്. അങ്ങനെ തന്നെ മനസ്സിലൊന്ന് പറഞ്ഞിട്ടല്ല, നമുക്ക് തന്നെ കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞാട്ട് എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടറിയാൻ പോവുകയാണ്. അതും പോരാ, അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടറിയാൻ പോയ. സന്തോഷത്തോടെ പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടറിയാൻ പോവുകയാണ്. ഈ ശരീരത്തിൽ ഞാൻ കണ്ടറിയാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടറിയാൻ പോവുകയാണ്. ഓ, എന്തൊരു ഭയങ്കരമാണ്, എന്തൊരു ഭയങ്കര. എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി ഞാൻ കണ്ടറിയാൻ പോവുകയാണ്. ഞാൻ വരുന്നതിന് മുമ്പ് ഭജനം ഇത് പറയുന്നതിന് മുമ്പ് ഒരു അനുഭവം കൂടെ പറയാം. ഞങ്ങൾ പണ്ട് സൈക്കിളിലൊക്കെ ഇങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ വന്നു ഒരു ദിവസം രാത്രി എന്ന് പറഞ്ഞു, ദൈവദാസൻ്റെ കൂടെ ഇന്ന് ഞങ്ങൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പ്രയാസം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ആട്ടെ, നമുക്ക് ഹോളിൽ സ്ഥലമുണ്ട്, ഇരുന്ന് പ്രാർത്ഥിക്കാം നമുക്കെന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം പറയുക, ഇത്രയും നാൾ കാറ്റും വെയിലും ഒക്കെയും കൊണ്ട് സുവിശേഷം അറിയിച്ച ദൈവദാസനോട് ദൈവത്തിനൊരു കരുണ തോന്നിയിട്ട് കാറ്റും വെയിലും കൊള്ളാത്ത ഒരു പഴയ ജീപ്പ് തരാൻ പോവുക. എന്തോ ഒരു സംഭവമായത്, സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഓരോ ദിവസം ജീവിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ളൊരു പാവപ്പെട്ട ഉദ്ദേശി പയ്യനോട് പറയുക, കാറ്റും വെയിലും കൊള്ളാതെ നിനക്ക് നടക്കേണ്ടതിന് ഒരു പഴയ ജീപ്പ് തരാൻ പോവുകയാണ്. പാസ്റ്റർ ഇരുന്ന് പ്രവചിച്ച് പറയുക. അപ്പം ഞാൻ ഇതെന്തൊരു സംഭവമാണ്. അപ്പം ദൂതെല്ലാം കേട്ട് ഞങ്ങൾ പാസ്റ്റർക്ക് അവിടെ ക്രമീകരണം ചെയ്തിട്ട് ഞാനും എൻ്റെ വൈഫും എൻ്റെ മോളും കൂടെ ഞങ്ങളുടെ മുറിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു, പാസ്റ്റർ പറഞ്ഞു നീ കേട്ടോ? കേട്ടു. ഞാൻ കൈതാ. ഞങ്ങൾ കൈ കൊടുത്ത് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പ് മുട്ടുകുത്ത് ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ആ പാസ്റ്റർ പറഞ്ഞു കേട്ടോ, ഞാൻ ഇത്രയും നാള് സൈക്കിളിൽ അവിടെ ഇവിടെയൊക്കെ നടന്ന് ജോലി ചെയ്തു, ഇനി എനിക്ക് കാറ്റും വെയിലും കൊള്ളാതെ ഒരു പഴയ ജീപ്പ് തരുമെന്ന് പറഞ്ഞു. അതങ്ങനെയാണെങ്കിൽ എനിക്ക് വേഗത്തിൽ ഒന്ന് തരണം കർത്താവേ, അത് വേഗത്തിൽ തരണോ? ആ, ഓക്കെ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മനസ്സിലെല്ലാം പഴയ ജീപ്പ്, പഴയ ജീപ്പ്, പഴയ ജീപ്പ്. അപ്പോൾ കാണാം ഒരാൾ വന്ന് പറയാം, ഒരു പഴയ ജീപ്പ് കൊടുക്കാനുണ്ടെന്ന്. നേരെ വരുമോ? നേരെ വരുമോ? അപ്പോൾ ഞാൻ എന്നോട് ഞാൻ ചോദിച്ചു, എത്ര രൂപയാ? 2.5 ലക്ഷം രൂപ. 2 രൂപ എടുക്കാൻ ഇല്ലാത്തവൻ്റെ കയ്യിൽ 2.5 ലക്ഷം രൂപ. ആട്ടെ, ശരി, നിങ്ങൾക്ക് പിന്നെ 2.5 ലക്ഷം രൂപ തന്നിട്ട്, നമുക്ക് വണ്ടിയെക്കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ കർത്താവ് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു 2.5 ലക്ഷം രൂപ തന്നേച്ച് ഞാൻ എടുത്തോളാം, ഇച്ചിരി സമയം വേണമെന്നേ ഉള്ളൂ, ഒരു 3 മാസം അങ്ങോട്ട് എടുത്തോളാം. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇതിൻ്റെ ദശാംശം ഒപ്പിക്കാൻ വേണ്ടി ഞാൻ പെടാപ്പാടം തൊട്ടു. ഈ 2.5 ലക്ഷം രൂപയുടെ ദശാംശം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നടന്ന് ഇവിടെ നടന്ന് കിട്ടിയത് അരി മേടിക്കാതെ, കഞ്ഞി കുടിക്കാതെ, പാല് മേടിക്കാതെ, ഇറച്ചി മേടിക്കാതെ എല്ലാം മുറുക്കി പിടിച്ച് ഒരു 10-40 ദിവസം കൊണ്ട് 2.5 ലക്ഷം രൂപയുടെ ദശാംശം അങ്ങോട്ട് ഒപ്പിച്ചിട്ട് ഒരു കവറിനകത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആര് വന്നാലും ഇതിനകത്ത് നിന്നൊരു ചിരിച്ച പൈസ ഇങ്ങനത്തെ കൊടുത്തോക്കണം എന്ന് പറഞ്ഞു. ഞാനിരിക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ ഞാനും കൊടുത്തോളാം.
ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുത്ത് ഒരു 20 ദിവസം കഴിയുമ്പോൾ ആകുന്നത് കൊടുക്കും. ഇപ്പോൾ വൈഫിനോട് പറഞ്ഞു ഇനി കവറി ഒരു പൈസ ഇല്ലെന്ന്. തീർന്നു. ഓക്കെ. ഞങ്ങളന്ന് രാത്രി പ്രാർത്ഥിക്കായിരുന്നു. നമുക്ക് കൈയോട് കൈ ഓർത്ത് പിടിച്ച് കർത്താവിനോട് കർത്താവ് തമ്പുരാൻ്റെ പൈസ ഞങ്ങൾ കൊടുത്തു, ഇനി ഞങ്ങൾക്ക് ബാക്കി പൈസ താ. അവന് ജീപ്പിന് 1 മാസം കൂടെ ഉള്ളൂ, പൈസ താ, പൈസ തരാം. ഞാൻ ദശാംശം അഡ്വാൻസ് കൊടുത്ത എൻ്റെ കാര്യം നേടുന്നത്. ഞാൻ ദശാംശം പ്രസംഗിക്കാൻ വന്നതല്ല, എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ വന്ന് പറയാം, മാംസഭാസന്റെ കാര്യത്തിന് ഞങ്ങളുടെ ഇവിടെ സഹോദരന്മാരെപ്പോഴും പറയാ പാഷയെ കൊണ്ടുവന്ന് ഇവിടെ ഒരു യോഗം നടത്തിക്കണമെന്ന്. കുവൈറ്റിൽ നിന്ന് വന്നൊരു സഹോദരൻ പറയുമോ? ഞാൻ പറഞ്ഞു അതിപ്പോൾ എങ്ങനെ നടക്കും? ഭാഷ ഭാരപ്പെടേണ്ട, ടിക്കറ്റ് ഞാൻ തരും. പിന്നെ നമ്മുടെ ഒരു സഹോദരനുണ്ട്, പുള്ളി ഭാഷയ്ക്ക് ഒരു വിസ തരാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ വേഗത്തിൽ അങ്ങ് ചെയ്തോളാൻ പറയും. എൻ്റെ മനസ്സിൽ പഴയ ജീപ്പാണ്. കാരണം ഞാൻ ദശാംശം കർത്താവിന് കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാനൊരു 7 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കുവൈറ്റിൽ ചെന്നു. അവർ സ്കൂളിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക. 3-ാമത്തെ ദിവസം മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. 3-ാമത്തെ ദിവസം മീറ്റിംഗിൽ ഭയങ്കര പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായി. ഞാൻ ജീപ്പ് വേണമെന്ന് പറഞ്ഞാൽ ആരോടും മിണ്ടാൻ പോയില്ല. എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കും ജീപ്പ് വേണം, ജീപ്പ് വേണം, ആരോടും പറയത്തില്ല. ആരെങ്കിലും മറ്റു വന്നാൽ പ്രൈസ്തല്ലോ പറഞ്ഞ സഹോദരൻ ഇത് പ്രാർത്ഥിച്ചു മേടിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ആ 3-ാമത്തെ മാസം കൃത്യം ഡേറ്റ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ജീപ്പിന് വാങ്ങിച്ചു. ഒക്കുവോ? നടക്കുവോ? എന്റെ കർത്താവിന് അസാധ്യമായത് വല്ലതുണ്ടോ? ഞാനത് കൊണ്ട് നടന്ന് കാടപ്പുറമൊത്ത് ഓടിച്ച് എനിക്ക് എത്ര സഭകളായി 100-140 സഭകൾ ഇന്ന് ഭയങ്കരമായ നിലയിൽ ഞങ്ങളെ ദൈവം വേണ്ടതുപോലെ ഞങ്ങൾക്ക് ധാരാളം പ്രവർത്തനങ്ങളും ധാരാളം പ്രവർത്തകരും ഇന്ന് എത്രയോ ശ്രേഷ്ഠമായി നടത്തുന്ന ഇത് പുറംപൂച്ച് പറയുകയില്ല. നിന്റെ ജീവിതത്തിൽ ഈ രാത്രി ഒരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഗവൺമെന്റ് പെർമിഷൻ വാങ്ങിച്ച് സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ നടത്താൻ ദൈവം അവസരം. ധാരാളം കുട്ടികൾ ഓരോ ട്രെയിനിങ് സെന്ററിൽ നിന്നും 10-40 പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഓരോ വർഷവും പഠനം കഴിഞ്ഞ് കർത്താവുമായുള്ള ബന്ധത്തിൽ അവിടുന്ന് പോകുന്നു. സ്വയം തൊഴിൽ സ്ഥാപനങ്ങളിലൂടെ യേശുവിനെ കർത്താവുമായുള്ള ബന്ധം അവർക്ക് കൊടുക്കുന്നു. കേരളത്തിൻ്റെ അനേക ഏരിയകളിലെ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം, ഹരിപ്പാട്, ആലപ്പുഴ, പുനലൂർ, തെന്മല, ഏലപ്പാറ ഈ ഏരിയകളിൽ ഞങ്ങൾക്ക് ഇന്ന് സ്വയം തൊഴിൽ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഉദ്ദേശം അവിടെ ഒരു വർഷം ഒരു സ്വയം തൊഴിൽ ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ എല്ലാ വ്യാഴാഴ്ചയും അവിടെ മോറൽ ക്ലാസ് എന്ന പ്രൊഫഷനിൽ ഞങ്ങൾ ഈ സുവിശേഷം അവരോട് പറയും. അവരെ പാട്ട് പഠിപ്പിക്കും. ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, വിവിധ ജാതി മതസ്ഥരായ സഹോദരങ്ങൾ കർത്താവ് തന്നെ ദൈവമെന്ന് ഒരു വർഷം കഴിഞ്ഞ് കോഴ്സും തൊഴിലും കർത്താവുമായിട്ട് അവർ വെളിയിലേക്ക് പോകും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത് നിങ്ങൾ കണ്ടറിഞ്ഞിട്ടാ ഇങ്ങനെ ആവേശത്തിൽ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് കണ്ടറിഞ്ഞിട്ടാ, അനുഭവിച്ചറിഞ്ഞിട്ടായി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവൻ ഇന്ന് രാത്രി ചിലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പക്ഷെ അതങ്ങോട്ട് വിശ്വസിക്കണം. പക്ഷെ ഇവിടെ ഇപ്പോൾ വായിച്ചത് എന്താ? ഇത് യഹോവ ചെയ്തു എന്ന് ഇന്ന് ഞാൻ കണ്ടറിയും. ആരോടാ ഇത് പറയുന്നത്? ആരോടാ പറയുന്നത്? നോക്കി, അതിന്റെ 14-ാമത്തെ വാക്യം, പുഴുവായ യാക്കോബേ എന്നുള്ള വാക്യം ഉണ്ടല്ലോ. അവിടെ ആ 14-ാമത്തെ വാക്യം, പുഴുവായ യാക്കോബേ. പുഴുവായ യാക്കോബിനോട് പുഴുവിനെ നോക്കി പറയുകയാണ് യഹോവ ഇന്ന് ചിലത് ചെയ്യും നിന്റെ ജീവിതത്തിൽ. പുഴുവിനെ നോക്കി പറയുക, യഹോവ ഇന്ന് നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യും. പുഴുവിന് എന്തോ ആയുസുണ്ട്, പുഴുവിന് ആയുസില്ല. ചവിട്ടി തേച്ച് പുഴു നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇല്ലാതെയാവും. ആ പുഴുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യഹോവയുടെ കൈ അത് ചെയ്തു എന്ന്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചു എന്ന് എല്ലാവരും ഇന്ന് കണ്ടറിയും. പുഴുവിനെ നോക്കിയാ പറഞ്ഞത്.
സ്തോത്രം. സഹോദരാ, നിന്റെ ജീവിതത്തിൽ ചിലർ കർത്താവ് പ്രവർത്തിക്കുന്ന ചിലർ കണ്ടറിയാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ ചില വഴി തുറക്കുന്ന നീ അറിയാൻ പോവുകയാണ്. നിന്റെ വീട്ടുകാർ മനസ്സിലാക്കാൻ പോവുകയാണ്, അത് ഗ്രഹിക്കാൻ പോവുകയാണ്. അല്ല, നിന്റെ കുടുംബം അത് മനസ്സിലാക്കാൻ പോവുകയാണ്. ആ അത്ഭുതം നടക്കുന്നത് നമ്മൾ അറിയാൻ പോവുകയാണ്. പുഴുവിന് എന്തോ ആവശ്യമുണ്ടോ? ഞാൻ പലപ്പോഴും ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ട്. പുഴുക്കളെല്ലാം കൂടെ കൂടി ഇങ്ങനെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പം കാണാം ഈ ഒരു പുഴുവിനെ കാണുന്നില്ല, ഈ പുഴുവിനെ കാണുന്നില്ല. അപ്പൊ എല്ലാവരും പുഴുവിന് വരെ ഇന്ന് യൂണിനുണ്ട്. യൂണിനില്ലാത്ത എവിടെ? എല്ലാത്തിനും യൂണിനുണ്ട്. എല്ലാ നിലയിലും യൂണിനുണ്ട്. പോട്ടെ, ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല. അപ്പം യോമാരെല്ലാം യൂണിയൻ കൂടിയിരുന്ന പറയാൻ അവനെ കടലാൻ പോയതല്ല, അവൻ പോയതാ അവനെ കാണുന്നില്ല. അല്ലെങ്കിൽ അവൻ ശരിയല്ല. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞറിവ്, കേട്ടറിവ്, ഗ്രഹിച്ചറിവ്, നിരൂപിച്ച് പറ. ചിലർ ആരോടും പറയല്ലേ എന്ന് പറയും. ആരോടും പറയത്തില്ല. അങ്ങോട്ട് നമ്മളോട് പറയാം, ആരോടും പറയില്ല. ഭാഷയോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൊന്നച്ചാ പ്രാർത്ഥിച്ചോണേ, ആരോടും പറയല്ലേ. അപ്പൊ അങ്ങോട്ട് മാറി വേറൊരാളെ കണ്ട് അവരോട് ഈ വിഷയം ഞാൻ ബ്രദറിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിൽ ഇരുന്നാൽ മതി, ആരോടും പറയില്ല എന്ന് പറയും. അപ്പം തിരിച്ച് അങ്ങോട്ട് മാറിയപ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ പുള്ളി പറയും, എടാ ഞാൻ ഇന്ന് അങ്ങോട്ട് പിന്നാലെ കണ്ടു. പുള്ളി എന്നോട് പറഞ്ഞു, ഇത് ആരോടും പറയാതിരിക്കും രഹസ്യം പറയും. നീ ഭാര്യയോട് പോലും പറഞ്ഞു പോകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നോടിപ്പോ പറയാം. ചുരുക്കി പറയാൻ നാട്ടിൽ പാട്ടായി. അവസാനം ഭാഷയും കള്ളനാക്കും. അപ്പൊ അവസാനം എന്താ പറയാറ്, ഇത് ഞാൻ പാസ്റ്റോട് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു, ഇപ്പൊ നാട്ടിൽ പാട്ടായി. കേട്ടോണം. ഇപ്പൊ ഭാഷ ആരാക്കി? അങ്ങനെ കുറച്ച് മിടുക്കന്മാരുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ വന്ന് വീഴാന്നുണ്ടെങ്കിൽ പിന്നെ മിടുക്ക് കാണിക്കത്തില്ല. ആത്മീയത്തിൽ ഒതുക്കും. പിന്നെയുണ്ട് ക്രൈസ്തല്ലോ. അവയോ പറയാ, അവൻ അല്ലേലും ഇങ്ങനെയാണ്. കണ്ടില്ല. ഒരു ദിവസം ഈ പുഴു വെളിപ്പെട്ടു. കാണാതെ പോയ പുഴു വെളിപ്പെട്ട് ഇരുന്നപ്പം മറ്റുള്ള പുഴുക്കളെല്ലാം കൂടെ നോക്കിയപ്പോൾ ഈ പുഴുവിന് ഒരു വ്യത്യാസം. ഇവനിപ്പോ 2 കാല് കിളന്ന് നിൽക്കുന്നു. പുഴു 2 കാല് കിളന്നിങ്ങനെ നിൽക്കുന്നു. മറ്റേ പുഴുക്കളെല്ലാം കൂടെ താടിക്ക് കൈ വെച്ച് അയ്യേ. കിളന്ന് നിന്നത് മാത്രമല്ല, അവൻ കിളന്ന് നിന്നപ്പോൾ വലത്തും ഇടത്തും വർണ്ണശബളമായ 2 ചിറകുകൾ. ഈ പുഴുവിന് വർണ്ണശബളമായ 2. ഇവൻ 2 കാലേൽ അങ്ങോട്ട് കിളന്നപ്പോ അവന്മാരിങ്ങനെ വെച്ച് കിളന്നപ്പോൾ വർണ്ണശബളമായ 2 ചിറകടത്തും വലത്തും പെതുക്കെ പറക്കാൻ തുടങ്ങി. ലവന്മാര് പോവാനും തുടങ്ങി. അയ്യയ്യ. അവൻ അല്പം കഴിഞ്ഞപ്പോൾ ഇവൻ കാലങ്ങോട്ട് കുത്തി ചിറകൊന്നടിച്ചു. ഈ പുഴുക്കൾ നോക്കി നിൽക്കുമ്പം ആകാശ വികായസിലേക്ക് പറന്നുയർന്നു. ദൂതെന്താ നിനക്ക് വന്ന ദൂതെന്താ? ഇന്ന് യഹോവ എന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യും. അതല്ലേ നമ്മൾ വായിച്ചത്? യഹോവയുടെ കൈ അത് ചെയ്തു എന്ന്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് ചെയ്തു എന്ന് ഇന്ന് കണ്ടറിയും. സഹോദരാ, ക്രൈസ്തല്ലോ, ജീവിതമേ മറ്റുള്ളവർ നോക്കി നിൽക്കേ, നിന്നെ ഉയർത്തുന്ന ചില പ്രോഗ്രാം എന്റെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യാക്കോബേ, നിന്നെ ഉന്നതങ്ങളിൽ ഞാൻ ഉയർത്തും. യഹോവയുടെ കൈ ഇത് ചെയ്തു എന്ന് അവർ കണ്ടറിയും. എത്ര പേർക്ക്
പേർക്ക് അത് അങ്ങോട്ട് ഗ്രഹിച്ചു? എത്ര പേർ ഗ്രഹിച്ചു? സവന ഹടകര ജലവ റോഷ രാമ രാമ അർദ്ധ രാജ സത്ത രാജ. ഇന്ന് രാത്രി ഈ ആരാധനയുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ ചില പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. നീ പ്രതീക്ഷിക്കാത്ത ചില ചെലവ് നിന്റെ മേൽ വരും. പ്രതീക്ഷിക്കാത്ത ചില വഴി നിന്റെ മേൽ തുറക്കും. രാജാവായ എല്ലാവരും ദൈവത്തിന് സ്തുതി അർപ്പിച്ചുകൊണ്ടിരുന്നതാണ്. എല്ലാവരും അല്പനേരം ദൈവത്തെ സ്തുതിച്ച് കരങ്ങളുടെ അഭിഷേകത്തില് എല്ലാവരും അഭിഷേകത്തില് ദൈവം ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രി എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഓ ഈ രാത്രി ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. പലതിനും സംഭവിക്കുകയാണ്. പല വ്യക്തികൾക്കും സംഭവിക്കുകയാണ്. ഉണർവ് വരികയാണ്. ഉണർന്നിടുക ചില മുന്നിക്കുന്ന സ്ഥാനത്ത് ദുഷിക്കുന്ന സ്ഥാനത്ത് നിന്നെ ജനിക്കാൻ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നീ പരാജയപ്പെടുന്ന മേഖല കണ്ടറിയേണ്ടതിന്, നിന്നെ ക്ഷീണിപ്പിക്കുന്ന മേഖല കണ്ടറിയേണ്ടതിന് ഇരിക്കുമ്പോൾ സഹോദര നീ അതിന്റെ നടുവിൽ നീ ചടങ്ങടച്ചു തട്ടി രാജ. ഈ രാജ്യത്ത് ദൈവത്തിനെ മാനിക്കാൻ പോവുകയാണ്. ഈ രാജ്യത്ത് സഹോദരി ദൈവത്തിനെ മാനിക്കാൻ പോവുകയാണ്. ഈ രാജ്യത്ത് ദൈവത്തിനെ ഉയർത്താൻ പോവുകയാണ്. ഈ രാജ്യത്ത് ദൈവത്തിനെ മാനിക്കാൻ പോവുകയാണ്. ഈ രാജ്യത്ത് ദൈവത്തിനെ സഹായിക്കാൻ പോവുകയാണ്. ഈ രാജ്യത്ത് ദൈവത്തിനെ ഉയർത്താൻ പോവുകയാണ്. ശക്തിയോട് കൃപയോട് ദൈവപ്രവൃത്തി ഞാൻ കണ്ടറിയും. പറ, ദൈവപ്രവൃത്തി ഞാൻ കണ്ടറിയും. ദൈവപ്രവൃത്തി ഞാൻ കണ്ടറിയും. ദൈവപ്രവൃത്തി ഞാൻ അനുഭവിച്ചറിയും. ഓ ദൈവപ്രവൃത്തി ഞാൻ അനുഭവിച്ചറിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഞാൻ അനുഭവിച്ചറിയും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് വളരെ വ്യക്തമായി എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ദൈവാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞാൻ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ താമസമിന ചില ചിറക് വെച്ച് നിന്നെ ഉയർത്തുന്ന മണ്ഡലങ്ങൾ വരും. സ്വന്തം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിന്നോടൊപ്പമുള്ളവർ പറയും. ഹല്ലേലൂയ. നിന്നെ നിന്ദിച്ച ചിലര്, ഹല്ലേലൂയ, നിന്റെ പരാജയം കാണുവാൻ ആഗ്രഹിച്ച ചിലര്, അവരുടെ നടുവിൽ സുഹൃത്തെ ദൈവം നിന്നെ മാനിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. മാനിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇന്ന് രാത്രി ഇതാ യേശു വീണ്ടും ആ പടകിൽ കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷേ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം. നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം. കർത്താവിനോട് യാക്കോബ് പറഞ്ഞതുപോലെ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അങ്ങനാണ്, അങ്ങനാണ്. എന്നാ പേര് പറ, പേര് പറ. ദൈവം ചോദിച്ചു പേര് പറ, പേര് പറവാന്. നീ കർത്താവിനോട് പേര് പറഞ്ഞു. പേര് പറഞ്ഞു. നിന്റെ പേരെന്താ? എൻ്റെ പേര് യാക്കോബ്. കർത്താവിനോട് പന്തിയോട് പറഞ്ഞാൽ അത് വേണ്ട, അത് വേണ്ട, ആ പേര് ഇനി വേണ്ട. കാരണം ഇവൻ അപ്പനോട് നേരത്തെ ഒരു പേര് പറഞ്ഞു. സ്വന്തം അപ്പനോടൊരു പേരവൻ പറഞ്ഞു. സ്വന്തം പേരിട്ട് വളർത്തി, കൈ വളരുന്നു കാല് വളരുന്നു നോക്കി വളർത്തി ഉയർത്തി കൊണ്ടുവന്ന അപ്പനും ചെവി കേൾവി കുറഞ്ഞ്, കണ്ണൻ്റെ കാഴ്ച കുറഞ്ഞ്, ശരീരം ബലഹീനമായി ആശ്രയമില്ലാതിരുന്ന് ഇവനേക്കാട്ടിൽ മൂത്തവനെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അപ്പൻ പറഞ്ഞു, ആദ്യം രുചികരമായ ഇറച്ചി ഉണ്ടാക്കി തരുന്ന അവനെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവനെ അയച്ചു. സൂത്രം മനസ്സിലാക്കിയവനായ അപ്പോ ഇറച്ചിയും കൊണ്ടെടുത്ത് അപ്പനോട് പറഞ്ഞു, അപ്പാ നീ ആര് മകനെ? ഞാൻ യേശാവ്. എടാ, സ്വരം യാക്കോവിൻ്റെതും ഞാൻ തപ്പി നോക്കിയപ്പം ശരീരപ്രവൃത്തി ആരെ പോലെ ഇരിക്കുന്നു? യേശാവിൻ്റേത് പോലെ ഇരിക്കുന്നു.
സ്വന്തം വളർത്തിയ അപ്പൻ്റെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാൻ മടിക്കാത്തയാക്കൂ. നോക്കിയോ? ഇപ്പം ദൈവം ചോദിച്ചാൽ പറയാം ദൈവത്തിന് വല്ല നടക്കൂ. അപ്പോൾ ഉള്ളത് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു വേണ്ട. അപ്പനോട് പറഞ്ഞതും വേണ്ട, എന്നോട് പറഞ്ഞതും വേണ്ട. കയ്യിരിപ്പ് ശരിയാകും. തട്ടിപ്പെന്ന് പറഞ്ഞാൽ അവസാനത്തെ തട്ടിപ്പ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അമ്മായിപ്പൻ കളിപ്പിച്ചു കൊടുത്തവനെ, സ്വന്തം അമ്മായിപ്പൻ. ഇവിടെ അപ്പനെ നീ കളിപ്പിച്ചെങ്കിൽ അമ്മായിപ്പൻ വിടുത്തില്ല നിന്നെ. എന്തൊരു സംഭവം, നമ്മളൊക്കെ നോക്കണം. ഭയങ്കര സംഭവം. അപ്പനെ ഒന്ന് കളിപ്പിച്ചു, അമ്മായിപ്പൻ 10 കളിപ്പിച്ചു. ഉണ്ടാ നോക്കൂ, വീട്ടിൽ ഉണ്ടാ നോക്കൂ. ആരേരെ പാടിയത്. ഇപ്പൊ എങ്ങനെയായി? ദൈവം പറയണ പുഴുവേ, പ്രൈസ്തല്ലോ പ്രൈസ്തല്ലോ, ഈ ഇരട്ടത്താപ്പും കൂടി നടക്കരുത്. എത്ര അനുഗ്രഹം കിട്ടിയെങ്കിലും, എത്ര വഴി തുറന്നെങ്കിലും, എത്ര ഉയർച്ച പ്രാപിച്ചെങ്കിലും, എത്ര വിടുതൽ പ്രാപിച്ചെങ്കിലും, ഹല്ലേലൂയ, ഉള്ളത് പറയുവാൻ ഇതുവരെ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കഴിയോ? അന്തോരത്തിന് സകൽ പറഞ്ഞേയും പുറകോട്ട് പിടിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്ന മകനെ, എനിക്ക് നിന്നെ ഉയർത്തുവാനുണ്ട്, എനിക്ക് നിന്നെ മാനിക്കുവാനുണ്ട്, എനിക്ക് നിന്നെ സഹായിക്കുവാനുണ്ട്. ഈ പുഴ നോക്കി മറ്റുള്ള പുഴുക്കൾ നോക്കി നിൽക്കുമ്പോൾ ഈ പുഴുവിന് കാല് കൊടുത്ത് അതിന് ചിറവ് കൊടുത്ത് ഹല്ലേലൂയ അതിനെ ഉയരത്തിൽ പറപ്പിച്ച് മറ്റുള്ളവർ മുമ്പിൽ ഒരു അത്ഭുത വിഷയമാക്കുമോ? ഹല്ലേലൂയ, ദേശത്തിന്റെ നടുവിൽ മാനിക്കുന്ന ഒരു ദൈവത്തെയാണെന്ന് കാണുന്നത്. ആ ദൂതാ നീ കേൾക്കുന്നത്. താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, നിന്നെ കുറിച്ചുള്ള എന്റെ ദൈവത്തിന്റെ പ്രോഗ്രാം രാത്രി അതിസമയം എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യം നീ മനസ്സിലാക്ക. യേശു പറയുന്നു, മതി, നമുക്ക് പടകിലേക്ക് കയറാം, നമുക്ക് വീണ്ടും പടകിലേക്ക് കയറാം. സ്തോത്രം. ഈ രാത്രി എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാം. കർത്താവിന്റെ കരങ്ങളിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മുടെ കണ്ണുകൊണ്ട് കർത്താവിനെ കാണുവാൻ കഴിയുന്നില്ല, പക്ഷേ കർത്താവ് ഇവിടെയുണ്ട്. അവൻ നമ്മുടെ ഹൃദയത്തെ വിവേചിച്ച്, നമ്മുടെ വീടിനെ വിവേചിച്ച്, നമ്മെ വിവേചിച്ച് കർത്താവ് നമ്മോട് സംസാരിച്ചു. ദൈവത്തിന്റെ ആലോചനയെ നമുക്ക് മുറുകെ പിടിക്കാനിടയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സ്വർഗീയ ദർശനത്തിനായിട്ടാണ് ഇന്നത്തെ മീറ്റിംഗിൽ താങ്കളെ ദൈവം കൊണ്ടുവന്നത്. ഇന്നലെ വരെ പോയതുപോലെയല്ല, ഒരു പുതിയ ദർശനം ദൈവത്തിന് തരുവാനുണ്ട്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇളകി മറിയുന്ന പോരുകളെ കർത്താവ് ശാസിച്ചിട്ട് ഇവരെ നിവർത്തുവാനാണ്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ആർക്കും അവന്റെ വീട് കവർ ചെയ്യുവാൻ സാധ്യമല്ല. കഴിഞ്ഞ നാൾ നിന്നെ പരാജയപ്പെടുത്തുന്ന, നിന്റെ പരിശ്രമങ്ങളെ പരാജയപ്പെടുത്തി നിന്റെ അധ്വാന ഫലങ്ങളെ ഇല്ലാതാക്കിയ ആ അന്ധകാര ശക്തിയെ ഈ അഭിഷേകത്തിൽ പിടിച്ചു കെട്ടണം. ഈ അഭിഷേകത്തിൽ പിടിച്ചു കെട്ടണം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഒരു യൗവനക്കാരന്റെ ഭാവിയെ തകർത്ത പിശാചിന്റെ ബന്ധനക്കെട്ടുകളെ അഴിച്ചു മാറ്റി. ഒരു യൗവനക്കാരന്റെ ഭാവിയെ തകർത്ത ദൂതന്റെ ബന്ധനക്കെട്ടുകളെ അഴിച്ചു മാറ്റി അവനെ അപ്പസ്തോലിക ശുശ്രൂഷയ്ക്കായി ദൈവം പരമേൽപ്പിച്ചു. ദക്കപ്പലി നാട്ടിൽ അവർ ഉണർവ് സുവിശേഷകനായി മാറി. ഈ രാത്രി അവന് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, എന്നെ കുറിച്ചുള്ള എന്റെ ദൈവത്തിന്റെ ഉദ്ദേശം, സഹോദരി നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ബ്രദർ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ഇന്ന് രാത്രി അവൻ നിവർത്തിക്കുവാൻ പോവുകയാണ്. അവൻ അത്ഭുതമായി മാറാനായി പോവുകയാണ്. ചെയ്തു എന്ന് ഇന്ന് കണ്ടറിയും. ഈ രാത്രി ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ, ഈ ആലോചന കേട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ മഹത്വത്തെ എന്റെ ദൈവം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി വചനം കേട്ട നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ദൈവത്തിന്റെ ചെറിയ അരുളപ്പാടുകൾ അവൻ നമ്മെ അറിയിച്ചുകൊണ്ടിരുന്നു. ഈ രാത്രി വീണ്ടും അവൻ അത്ഭുതമാകാനായിട്ട് പോവുകയാണ്.
യെസ് ലോർഡ്, ഹല്ലേലൂയ. യാക്കോബേ, നിന്റെ പേര് മാറ്റാൻ പോവുകയാണ്. നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. ഇന്ന് രാത്രി നിന്റെ പേര് ഇസ്രായേൽ എന്നാകും. ഒരു പുതിയ പേര് വരാൻ പോവുക, ഒരു പുതിയ വിടുതൽ വരാൻ പോവുക, ഒരു പുതിയ ഉയർച്ച വരാൻ പോവുക, ഒരു പുതിയ വഴി വരാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട് മാറ്റാൻ പോവുക, പാട് മാറ്റാൻ പോവുക. ചില കേട് മാറ്റാൻ പോവുകയാണ്, ചില പാട് മാറ്റാൻ പോവുകയാണ്, ചില പോര് മാറ്റാൻ പോവുകയാണ്, ചില തകർച്ച മാറ്റാൻ പോവുകയാണ്. യെസ് യെസ്. ആരും ഈ സമയം കണ്ണു തുറന്ന് നിൽക്കരുത്. എല്ലാവരും കണ്ണുകളെ അടച്ചു നിൽക്കണം. കണ്ണുകളെ അടച്ച് കർത്താവിലേക്ക് നോക്കണം. ആരും കണ്ണു തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്. മുന്നോട്ട് കണ്ണു തുറന്ന് നിൽക്കുകയും വേണ്ട. കർത്താവിനെ മാത്രം, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുക. ഇന്ന് രാത്രി വിടുതൽ നടക്കാൻ പോകാം. റോഷാന അന്തല റവന ബൗഡ രാബ രാബ അർദ്ധൽ കരാജനസി. ധൈര്യത്തോടെ 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 യെസ്, ഹല്ലേലൂയ. വിശ്വാസം ഉയർത്തിക്കൊണ്ട്, വിശ്വാസം ഉയർത്തിക്കൊണ്ട്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രി നമ്മുടെ വിശ്വാസം ഉയർത്തിക്കൊണ്ട് നമ്മിൽ ഒരു അത്ഭുതമായി മാറേണ്ടതിന്, ഒരു വിടുതലായി മാറേണ്ടതിന്, ഒരു വഴിയായി മാറേണ്ടതിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദയവായി ശ്രദ്ധിക്കുക. കർത്താവിന്റെ മകൻ ഒരു പാട്ടിന്റെ ഈരടികൾ പാടും. നാം ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, ഇത് ദൈവത്തിന് പ്രവർത്തിക്കുന്ന സമയമാണ്. ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇരിക്കുന്ന ആ കസേരയുടെ അടുവിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണല്ലോ. ദയവായി നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സ്വല്പം മുന്നോട്ട് വന്നാട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് അല്പം